എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഞാനൊരു കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് പൊട്ടിച്ചാവും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. ചിരിയുടെ നിമിഷത്തിൽ നിന്നും നമ്മളെ കരയിപ്പിച്ച സലീമേട്ടന്റെ ഒരു ഡയലോഗാണിത്. എനിക്ക് മരണമില്ല എന്ന ഒരു ചിന്ത വരുമ്പോഴാണ് അവനെ ശരിപ്പെടുത്തി കളയാ, മറ്റവനെ ശരിപ്പെടുത്തി കളയാ. അപ്പൊ മരണം അത് എല്ലാ വേദനകളും പറയുന്നുണ്ട്. ചിരിയുടെ ഓർമ്മകൾ നൽകി ആ കലാകാരൻ അരങ്ങൊഴിഞ്ഞപ്പോൾ മലയാളികൾക്ക് അയാൾ സമ്മാനിച്ചിട്ട് പോയത് എക്കാലവും ഓർത്തിരിക്കാവുന്ന സിനിമകളും സംഭാഷണങ്ങളുമായി. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. പണ്ട് BA മലയാളത്തിന് മഹാരാജാസ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോയ ആ ചെറുപ്പക്കാരന്റെ മാർക്ക് ലിസ്റ്റ് കണ്ട അന്നത്തെ പ്രിൻസിപ്പൽ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തന്നാൽ ഈ കോളേജിന് എന്താണ് പ്രയോജനമെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മിമിക്രിക്ക് A ഗ്രേഡ് മേടിച്ചു തരുമെന്ന്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ താൻ പറഞ്ഞ വാക്ക് പാലിച്ചു. KG സലീം കുമാറിന് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മിമിക്രിയിൽ A ഗ്രേഡ് നേടി. സഭാവാസികളെ വന്ദനം. ഞാൻ അവതരിപ്പിക്കുന്ന ഗതയുടെ പേരാണ് മേരി കൂരി കുംബ്ലങ്ങ കൂട്ടാൻ ബന്ധപ്പെട്ടോ. മിമിക്രിയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര പിന്നീട് എത്തി നിന്നത് മലയാള സിനിമയുടെ ഹാസ്യ തട്ടിലേക്കായിരുന്നു. ബോംബെയിൽ നിന്ന് വന്ന മണവാളനും ഗ്രാമഫോണിലെ തബല ഭാസ്കരനെയും കല്യാണരാമനിലെ പ്യാരിയും മീശ മാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയും ഒക്കെ മലയാളികൾ എക്കാലവും മറക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അയാൾ ചെയ്തു വെച്ചിരുന്നത്. അവസാനം നമ്മളെ കരയിപ്പിച്ച കഥാപാത്രങ്ങളും ഗംഭീരമെന്ന് തന്നെ വേണം പറയാൻ. ആദാമിന്റെ മകൻ അബുവിലെ അബുവും അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുലും കേരള കഫയിലെ ബ്രിഡ്ജ് എന്ന സെഗ്മെന്റിലെ മണികണ്ഠനിലും ഒക്കെ സലീം കുമാർ എന്ന നടനെ നമ്മൾക്ക് കാണാൻ പറ്റി. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡും 2010 ആദാമിന്റെ മകൻ അബു എന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, ഒറിയ, ബംഗാളി എന്നിങ്ങനെ വിവിധ ഭാഷകളിലൂടെ വിവിധ കഥാപാത്രങ്ങളായും അയാൾ പകർന്നാടിയിട്ടുമുണ്ട്. അഭിനയത്തിൽ മാത്രമായി സലീം കുമാർ എന്ന നടൻ ഒതുങ്ങിയില്ല. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, K കുമാർ അഗണം എന്നിങ്ങനെ 3 സിനിമകളിലൂടെ സംവിധാനത്തിലും സലീം കുമാർ തന്റെ കഴിവ് തെളിയിച്ചു. ജീവിതത്തിൽ ചിരിയേക്കാൾ കൂടുതൽ കരഞ്ഞ മനുഷ്യനാണ് സലീം കുമാർ. അയാൾ മനസ്സറിഞ്ഞ് ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമയിൽ മാത്രമാണ്. മലയാളത്തിന്റെ ഹാസ്യ താരത്തിന് ഞങ്ങളുടെ സ്വന്തം സലീമേട്ടന് 1000 പ്രണാമം.